ഇതാണ് കേട്ടോ ഇതിൻ്റെ സൗണ്ട്. സെറ്റ് സെറ്റ് ഉള്ള ഇന്റീരിയർ ഭാഗങ്ങളൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഒരാളൊരു പഴയൊരു വണ്ടി കൊടുത്തിട്ട് അതൊന്ന് പുതുക്കി പണിത് അത് റിട്ടേൺ കൊടുക്കുമ്പോൾ അയാളെ മുഖത്ത് കാണുന്നൊരു സന്തോഷമുണ്ട്. ജസ്റ്റ് സ്പൾബറിന്റെ ഫോളോവറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 5% എന്തായാലും ഡിസ്കൗണ്ട് കൊടുക്കാം. അത് 10% വരെ നീണ്ടു പോകാനും നമുക്ക് ചെയ്യാൻ പറ്റും. യെസ് ഗൈസ്, ഇന്ന് ഞാൻ വന്നത് മോജോ ഓട്ടോ കഫേ എന്ന് പറഞ്ഞ കാർ ഡീറ്റെയിലിംഗ് സെന്ററിന്റെ ഒരു ഉദ്ഘാടന പരിപാടിയെ സംബന്ധിച്ചാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞങ്ങൾ കേരളക്കാര് വാഹനത്തെ കുട്ടികളെ പോലെ കൊണ്ടു നടക്കുന്നവരാണ് എന്ന്. ഈ മോജോ ഓട്ടോ കഫേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഒരുപാട് പേരുകളിൽ എത്തട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മൾ കുട്ടികളെ കൊണ്ടു നടക്കുമ്പോൾ കാറുകളെയും അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ പോലെ കൊണ്ടു നടക്കാൻ നമ്മുടെ മോജോ കഫേ എന്ന് പറഞ്ഞ ഈ ഒരു കാർ ഡീറ്റെയിലിംഗ് സെന്റർ നമ്മളെ ഒരുപാട് സഹായിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളോടും ഞാനും എന്റെ ഒറ്റ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു കേട്ടോ. ഫസ്റ്റ് സെയിലിന്റെ തുടക്കം. അതെ, ഇന്ന് നമ്മൾ കൂടെ രണ്ട് പ്രമുഖന്മാരുണ്ട്. നമ്മൾ അൻഫാൽഖാനെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ നജീബ് ഖാൻ. എന്താ വർത്താനം? സുഖല്ലേ? നേരിട്ട് കാണാൻ കഴിഞ്ഞതിലും നമുക്ക് ഇങ്ങനെ കൂടെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമാണ്. നമ്മളെ സന്തോഷം. ഓക്കെ, താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ അതെ, അൻഫാൽഖാനെന്ന് നമ്മൾ നേരിട്ട് ഇങ്ങനെ കാണാൻ കഴിയുന്നുള്ളതോ അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഗസ്റ്റ് ആയിട്ട് നമ്മൾ വിളിക്കുന്നുള്ളതോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഈ ഒരു അതെ അങ്ങനെ പെട്ടെന്ന് കാണാൻ കഴിയില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ മോജോ ഓട്ടോ കഫേയിലെ നമ്മളെ ആള് പേര് കറക്റ്റ് ഒന്ന് പറഞ്ഞു. ഷെഹൻ ഹംസ എന്നാണ്. ഷെഹൻ ഹംസ. ഈ ഒരു സ്ഥാപനം എന്താണ് ഇതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്? വേറൊന്നല്ല, നമ്മൾ 3 കൊല്ലമായിട്ട് ഇവിടുത്തെ ഒരുപാട് കസ്റ്റമേഴ്സിന് വാഷിംഗ്, സെറാമിക് കോട്ടിങ്, ഡീറ്റെയിലിംഗ് സർവീസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാലം നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് ഇടുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കൂടുതൽ കസ്റ്റമറിലേക്ക് നമ്മളെ സർവീസസ് എത്തുക. അപ്പം നമ്മളെ ബ്രാൻഡും കൂടുതൽ ആളുകളിലേക്ക് എത്തും. അപ്പൊ അത് തന്നെയാണ് നജീബ് ഖാനെ പോലെയും അൻഫൽ ഖാനെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ തേടി പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയും അതിൽ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് സ്പൾബർ ബ്രോനെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഫോളോവേഴ്സിനുമാണ് ഞാൻ ഇതിൽ ഏറ്റവും വലിയ നന്ദി പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു നിലയിൽ എത്തിയിട്ട് ഇത്രയും ഒരു സ്ഥാനത്തേക്ക് വരെ ഞാൻ എത്തുന്ന ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു യൂട്യൂബ് എന്നുള്ള ഒരു സ്ഥാനത്തിൻ്റെതല്ല. ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിനെയും സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെയും ഞാൻ കോൺടാക്ട് ചെയ്യാൻ നോക്കി. അപ്പം നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള നമ്മൾ അതേ വേവ് ലെങ്ത് സംസാരിക്കുന്നത് നമ്മളിത് ഒരു പ്രസ്ഥാനമാണ്, അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്റെയും കൂടെ കടമയാണ്. അതിന് പൈസയോ അല്ലെങ്കിൽ സമയമോ ഒന്നും നോക്കാതെ വരുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിനാണ് നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട് എന്നെ വിളിച്ചതിലും. അതുപോലെ തന്നെ നമ്മൾ നജീബ് ഖായുടെയും അതുപോലെ തന്നെ അൻഫാൽ ഖായുടെയും കൂടെ തിരക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആൾക്കാർ. അതെ, അപ്പൊ നമ്മളെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്, ഞാൻ എന്റെ എന്താ പറയാ, ഞാൻ പഠിച്ചതൊക്കെ ഈറോഡ്, കോയമ്പത്തൂരൊക്കെ ആയിട്ടാ. അവിടെയൊക്കെ എനിക്ക് മലപ്പുറത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം കോഴിക്കോട്ടുകാരുടെ ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് 3 മലപ്പുറക്കാരാണ്. പരിപാടിനെ ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. നിങ്ങൾ ഒരു കാര്യം കൂടി പറയാണ്ട്, വെറുതെ ഒരു പ്രൊമോഷൻ. മലപ്പുറം പൊളിയല്ലേ? മലപ്പുറം പൊളി തന്നെ, അതിലൊന്നും സംശയമൊന്നുമില്ല. മലപ്പുറം എന്നും പൊളിയാണ്. മലപ്പുറം പൊളി തന്നെയാണ്. അപ്പൊ മലപ്പുറത്തുകാർക്ക് പ്രത്യേകം ബിഗ് സല്യൂട്ട് ഉണ്ട് അല്ലേ? അപ്പൊ ഈ പരിപാടി മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മളെ മലപ്പുറത്തുകാരുടെയും ഒരു കടമയാണ് അല്ലേ? ഇയാൾ ഇന്നലെ മെസ്സേജ് അയക്കണപ്പോഴാണോ സുബൈക്ക് 3:30 മണിക്ക് ഒരു സ്ഥാപനം വളർത്താൻ 2-3 ദിവസമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് സ്ഥാപനം മുന്നോട്ട് വരുന്നത്, ബ്രാൻഡ് വളർന്നു വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇയാളെ സപ്പോർട്ട് ചെയ്യണം. മോജോ മോട്ടോഴ്സ് പറഞ്ഞ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ 2-3 കസ്റ്റമറോട് ഞാൻ സംസാരിച്ച് വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ വെറുതെ ഒരാളെ പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് പെട്ടിട്ട് കാര്യമില്ലല്ലോ. അതെ, ഉപകാരപ്പെടും. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ അന്വേഷിച്ചായിരുന്നു. കൂട്ടായ്മ എന്നും ഒരുമിച്ച് ഇതേപോലെ കെട്ടുറപ്പോടെ മുന്നോട്ട് പോകട്ടെ, സ്ഥാപനം ഗംഭീരമാവട്ടെ. അപ്പോൾ ഏകദേശം ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൂടെ ഞാനൊന്ന് കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഫേസ് ലിഫ്റ്റിംഗ് നടത്തുന്നുണ്ട് അല്ലേ? ഫേസ് ലിഫ്റ്റിംഗില് പിന്നെ
നമ്മൾ ശരിക്കും ടൊയോട്ട വണ്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡൽഹി വാഹനങ്ങൾ ഒരുപാട് ഇറങ്ങുന്ന സമയം. ഇപ്പോൾ അൻഫൽ ഖാന്റെ ഗാരേജിൽ പോയി കഴിഞ്ഞാലും അവിടെ യാർഡ് പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു 10-ൽ 2-3 ഡൽഹി വാഹനങ്ങൾ കാണാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള ഡൽഹി വാഹനങ്ങൾ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആളുകൾ വണ്ടിയെ ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുമ്പോൾ അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് പിന്നെ അവർക്കും കുറച്ച് ഫിനിഷിങ്ങോട് കൂടി ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പാർട്സ് തന്നെ ചെയ്തിട്ട് നമുക്ക് നല്ല പെയിന്റിംഗ് ക്വാളിറ്റി അതും പ്രധാനമായിട്ട് പറയേണ്ടതാണ്. അതിൽ ആ രീതിയിൽ തന്നെ നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫേസ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? പിന്നെ അതുമല്ല നമുക്ക് മോഡിഫൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വർക്കും ചെയ്ത് കൊടുക്കാം ഇന്റീരിയർ ഭാഗങ്ങളിലൊക്കെ. അതായത് വണ്ടിയുടെ A to Z ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ഡീറ്റെയിലിംഗ് സെന്റർ തന്നെ പറയാം. ഡീറ്റെയിലിംഗ് സെന്റർ തന്നെ മാത്രമല്ല നമ്മൾ എടുത്തു വരുന്ന ഒരു വണ്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവത്തിന് ഒരിക്കലും നമുക്കൊരു ഓപ്ഷൻ നിങ്ങൾക്ക് തരാതെ ആയി പോകില്ല. എന്തായാലും നമുക്ക് ആ രീതിയിലുള്ള ഹെൽപ്പ് ഇപ്പോൾ വണ്ടി സെയിലില് പിന്നെ വണ്ടി വാങ്ങാൻ വരുന്ന ആളുകൾക്ക് പിന്നെ അൻഫൽ ഖാന്റെ പേജൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പലരെയും ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് ശരിക്കും നമ്മളൊരു ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് A to Z കാര്യങ്ങൾ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾക്ക് ഒരുപാട് കോൺടാക്ട്സും വണ്ടി ഭ്രാന്തന്മാരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ശരിക്കും സർവീസാണ്, ബിസിനസ്സിലുപരി ഇതൊരു സർവീസ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ടീമാണ് ഈ പിന്നെ ഓട്ടോ, ഈ പെയിന്റിങ്, പോളിഷിങ്, ഇന്റീരിയർ, അതൊരു കച്ചവടത്തിലുപരി. പിന്നെ അത് മാത്രമല്ല ഈ ഒരു വണ്ടി ഒരാളൊരു പഴയൊരു വണ്ടി കൊടുത്തിട്ട് അതൊന്ന് പുതുക്കി പണിത് അത് റിട്ടേൺ കൊടുക്കുമ്പോൾ അയാളെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട്. ഈ വരുന്ന ഓണത്തിനോടനുബന്ധിച്ചിട്ട് പിന്നെ ഞാൻ ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പം ശരിക്കും അതിനുവേണ്ടിയുള്ള പ്ലാനിങ് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. സ്പൾബർഗ് ബ്രോ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ഗിവ് അവേ ആയിട്ട് ഓണത്തിന് നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അനൗൺസ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതെ, നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സൈഡിൽ ചെയ്തിരിക്കുന്നത് ആക്സസറീസ് ആണ്. അലോയ് വീൽ നമ്മളിപ്പം ഡിസ്പ്ലേക്ക് ഇട്ടിട്ടില്ല. അലോയ് വീലിൻ്റെതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോസ്, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെ വരുന്നുണ്ട്? സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതൊക്കെ MRP പ്രൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. 3490 JBL, ഇൻഫിനിറ്റി, അതുകൂടാതെ ആൽപൈൻ എന്ന് പറയുന്ന ഒരു പ്രീമിയം ബ്രാൻഡ്. ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി സെഗ്മെന്റ് ആവശ്യപ്പെടുന്നവർക്ക് അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ല ബേസ് ക്വാളിറ്റി ആവശ്യപ്പെടുന്നവർക്ക് നമുക്ക് അതും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഏതായാലും ഇതിന് കൂടുതൽ വിവരങ്ങൾ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിൽ ഏതായാലും വളരെ വളരെ വലിയ സന്തോഷമുണ്ട്. ഏതായാലും ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഡിസ്പ്ലേയിൽ ഞാൻ ഇവരെ മോജോ ഓട്ടോ കഫേ എന്ന് പറഞ്ഞ ഈ ഒരു കാർ ഡീറ്റെയിലിംഗ് സെന്ററിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതൊരു ബന്ധത്തിന്റെ തുടക്കമാണ്. അതെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ഉള്ളവർക്കാണെങ്കിലും അല്ലേ ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ എവിടെ ഉള്ളവർക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ പ്രൊഡക്ട്സ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മൾ ത്രൂ ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ പ്രൊഡക്റ്റ് ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മളെ സെയിൽസിന്റെ ടീം തന്നെ ഉണ്ട്. അവർ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് വേണ്ട സാധനം ഓഫറൊക്കെ ഉള്ള സമയത്ത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വീഡിയോ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവർക്ക് പ്രത്യേകം നിങ്ങൾ റെസ്പെക്ട് കൊടുക്കണം. ഉറപ്പായിട്ട് ജസ്റ്റ് സ്പൾബറിന്റെ ഫോളോവറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 5% എന്തായാലും ഡിസ്കൗണ്ട് കൊടുക്കാം. അത് 10% വരെ നീണ്ടു പോകാനും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം. വണ്ടി ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നത്, പിന്നെ സൗണ്ടും കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ സൗണ്ട്. സെറ്റ്. അതായത് ഇവിടെ ഉള്ളവരെല്ലാവരും ഇതിന് ഇവിടെ ഹാർട്ടൊന്നും അടിക്കണ്ട. ഈ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഒന്ന് കണ്ടു. അടിപൊളി. നമ്മൾ കാല് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് വെക്കുന്നതാണല്ലേ? ഹൈവേയിലല്ലേ? ഓക്കെ, സെറ്റാണ്. ഇതൊക്കെ ഇതേപോലെ നമ്മളെ വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കേട്ടോ. അതായത് ഈ വണ്ടി ഇതേപോലത്തെ ഒരുപാട് മൈൻഡ് സെറ്റുള്ള ആളുകളാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഒരുപാട് വിഷ്വലുകൾ എനിക്ക് മിസ്സായിട്ടുണ്ട് ഈ പരിപാടിയെ സംബന്ധിച്ച്. ഓക്കെ, താങ്ക് യു. നമ്മളെ കൂട്ടാതെ ഫോട്ടോ എടുക്കാല്ലേ? നമ്മളെ കൂട്ടാതെ ഒറ്റക്ക് ആകെ നിങ്ങളിപ്പോ ഇങ്ങനൊക്കെ ഒരു അവസരം കിട്ടുള്ളൂ. ഇതാണ് നേരത്തെ പറഞ്ഞ അൾട്ടോ അല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. ഇത് അൾട്ടോനെ ശരിക്കും ഒരു ടൈമിൽ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നു സ്വർണ്ണം. വാങ്ങിയ വില കൂടും, നഷ്ടപ്പെടൂല, മെയിൻ്റെനൻസ് വരൂല. റീസെയിൽ മാർക്കറ്റ് 15 വർഷമായിട്ട് ഉപയോഗിക്കും. 15 കൊല്ലായി. ഇപ്പൊ ഈ സാധനം നല്ല വണ്ടി കിട്ടാല്ല. ഞങ്ങൾക്ക് ഇടയ്ക്ക് ചോദിച്ചു എവിടെ പോയി അൾട്ടോളൊക്കെ. അൾട്ടോ ഇല്ലോല് കൊടുക്കില്ല.
അതേമാതിരി എടുത്തേക്കാണ്. ഈ വണ്ടിയൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്താ ഭംഗി, സ്കേർട്ടിങ്, അലവില്, മിററുകൾ, കാര്യങ്ങൾ. അങ്ങനെ കൈ ഇങ്ങനെ ഇതാക്കുമ്പോണ്ടോ സൗണ്ട് ഉള്ള ഇന്റീരിയർ ഭാഗങ്ങളൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സെറ്റാണ്. ഒരു വണ്ടി ഉണ്ടാവുക എന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ആ വണ്ടി എങ്ങനെ കൊണ്ട് നടക്കുക എന്നുള്ളത്. അതിനൊരു ഉത്തമ ഉദാഹരണം ഇതുപോലത്തെ ആളുകളല്ലേ. നമ്മളിന്ന് രാവിലെ കുളിക്കാൻ കുറച്ച് ലേറ്റ് ആയാലും വണ്ടി അധികം ആൾക്കാരും കുളിക്കുന്നതിന് മുമ്പ് വണ്ടി കഴുകും. അതൊക്കെ വണ്ടി പ്രാന്ത്. ആ ജീപ്പൊക്കെ നോക്ക്, MDI അല്ലെങ്കിൽ മേജറാണ്. അതൊക്കെ പിന്നിട്ട് പിന്നെ റിസ്റ്റോറേഷൻ എടുത്തിട്ട് അതൊക്കെ അത്ര ലക്ഷം അതിന് ഇറക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പരക്കാരൊക്കെ സമ്മതിക്കുമല്ലോ, ചിലപ്പോൾ സപ്പോർട്ടീവ് ആയിരിക്കും. പറഞ്ഞ പോലെ തന്നെ വണ്ടിപ്രാന്തം നല്ലതാണല്ലോ. ചിലര് ലഹരിക്ക് ഉപയോഗിക്കും പൈസ, ചിലര് യാത്രകൾ പോകും, ചിലര് വണ്ടിമ്മ ചെലവാക്കും. പക്ഷേ നജീബ് റഹ്മാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി ഭ്രാന്ത് കൊണ്ട് കുറെയൊക്കെ ലഹരിക്ക് ഒരു അഡിക്ഷൻ കുറയിട്ടോ അല്ലേ. ഈ വണ്ടിമ മാത്രം ചെയ്തുകൊണ്ടിരുന്നത് അതൊന്ന് കറക്കിയാൽ മൂടാകുന്ന കുറെ ആളുകളുണ്ട്. കായിക വിനോദങ്ങൾ, ഫുട്ബോൾ ഒക്കെ. അതെ, ഞാൻ പിന്നെ അനിമാരൊക്കെ തന്നെ ചെറിയവന് കുതിരപ്രാന്തം വണ്ടിപ്രാന്തം വേറെ ചിന്തല്ലോ. ഇന്നിപ്പോ ഞായറാഴ്ച അങ്ങോട്ട് പോന്നപ്പോ എവിടെ ചോദിച്ചു, ഓൻ കുതിരനായിട്ട് പോയില്ല. സിനിമക്ക് സമയമില്ല. ഇത് കഴിഞ്ഞാൽ വണ്ടിമ്മേ, അത് കഴിഞ്ഞ പോലെ ജോലി അല്ലെങ്കിൽ പഠനം. അതുകൊണ്ട് അതൊരു ട്രാക്കായി അങ്ങനെ പോയിക്കോളും നല്ല രീതിയിൽ. അപ്പോൾ നജീബ് കയും അതുപോലെ അൻഫാൽ കയനെ കൂടെ തന്നെ നമ്മൾ ഈ വ്ളോഗ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ അതിന്റെ കാരണക്കാരൻ നമ്മളെ വിളിച്ച നമ്മളെ ഈ മലപ്പുറക്കാർക്ക് ഒരുമിച്ച് കൂടാന് കോഴിക്കോട്ടുകാരൻ ഒരു കാരണക്കാരനാവുക എന്ന് പറഞ്ഞാല് കേൾക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് സുഖമില്ലെങ്കിൽ കുഴപ്പമില്ല. പൊതുവെ നമ്മളെ സാധനങ്ങളൊക്കെ എടുക്കലാണ് ഇവരെ പണി. കോഴിക്കോട് എയർപോർട്ട്, കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഒക്കെ ശരിക്കും നമ്മളതാണ്. ഇപ്പൊ ഈ വീഡിയോന്റെ അടിയിൽ മിക്കവാറും കമന്റ് തൊട്ടടുത്ത് എന്റെ വീടിന്റെ തൊട്ടടുത്താ ശരിക്കും പറഞ്ഞ ആ കരിപ്പൂർ എയർപോർട്ട്. പഴയ കാലത്ത് കോഴിക്കോടായിരുന്നു ഫേമസ്. അപ്പൊ ആളുകൾക്ക് പറയാനും പറഞ്ഞാൽ അറിയാനും അതിപ്പോഴും അങ്ങനെ തന്നെ. മലപ്പുറത്തിനേക്കാളും ഫേമസ് കോഴിക്കോട് തന്നെയാണ്. പക്ഷെ ഇപ്പൊ മലപ്പുറം സെറ്റ് ആയി വരുന്നുണ്ട്. നമ്മള് വണ്ടി ഭ്രാന്തന്മാര് മലപ്പുറത്താണല്ലോ കൂടുതൽ. സ്ട്രെങ്ത് ആണ്. അതെ, കോഴിക്കോട് മലപ്പുറം ഏകദേശം ഒരു കണക്ട് ആണ് അല്ലേ. നമ്മള് മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വരുമ്പോ എവിടെങ്കിലും ഒരു ചെക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ബോർഡറോ കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മളൊന്നാണ്. അതാണ് ആരെ പേര് അറിയപ്പെട്ടാലും നമുക്കൊരു പ്രശ്നം. അതാണ്. അപ്പൊ ഓക്കെ, സ്പൾബറിന്റെ വീഡിയോയിൽ വരാൻ പറ്റില്ല. അതെ, അതിൽ നമുക്ക് വന്നതാണ്. ഞാനത് ഗൂഗിളിൽ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഈ പേര് വെച്ചിട്ട് ഐഡി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാനിത് ഇട്ടത്. അങ്ങനെ എവിടെ ഇല്ല എന്ന് കൺഫേം ആയതുകൊണ്ടാണ്. അതെ, ഇതാണ് അതോട് പറഞ്ഞ സ്പൾബർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വീഡിയോയാണെന്ന് ചോദിച്ചപ്പോൾ വിദൂരതയിലേക്ക് കൈനീട്ടി കാണിച്ചു. അതെ, ആ വിദൂരതയിലേക്ക് കൈനീട്ടി കാണിച്ചപ്പോൾ ഞാനായിരുന്നു ആ മലിന്റെ മുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം ഇനി കിട്ടാൻ പോവാണ്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാന് നമ്മുടെ അൻഫാൽ കെ, നജീബ് റഹ്മാനൊക്കെ അല്ലേ, എല്ലാവരും സ്പൾബറിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, കണ്ട അഭിപ്രായം പറയാ. അതാണ് ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷം, സമ്മാനം. ഞങ്ങൾ എന്ത് തിരിച്ചു തരുന്നു എന്നുള്ളത് നല്ല കണ്ടന്റ് ആണ്. ഞങ്ങൾ പലപ്പോഴും ഉറക്കമില്ലാതെ യാത്ര ചെയ്ത് പലയിടത്തും പോയി കഷ്ടപ്പെട്ട് പലരോടും അന്വേഷിച്ച് ഒക്കെ നമ്മളൊരു വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക്. പലരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറക്കം വഹിച്ചിട്ടാണ് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യുന്നത്. എഡിറ്റിംഗ് ആണ്, കമ്മിറ്റ്മെന്റ് ആണ്. ആ കമ്മിറ്റ്മെന്റ് ഇനിയും തുടരും, തുടരും. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ. വീണ്ടും നമുക്ക് കാണാം നല്ല വീഡിയോകളുമായിട്ട്. ബൈ.